ഓക്കെ, എക്സാം സ്റ്റാർട്ട് ചെയ്യാം. റീസണിങ് സെക്ഷൻ ആണ്. പസിൽസ് സ്കിപ്പ് ചെയ്യാം. വൺ വേർഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, സീരീസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നോക്കാം. ആക്ച്വലി ഞാൻ സീരീസ് ക്വസ്റ്റ്യൻസ് ഇതൊരു 3 ലൈൻ ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പൊ അത്യാവശ്യം ഒന്ന് എഴുതി ചെയ്യാന്ന് വിചാരിക്കുന്നു. കാരണം പെട്ടെന്ന് എറർ വരാൻ ചാൻസ് ഉണ്ട്. സോ ആക്ച്വലി എനിക്ക് അത്യാവശ്യം കുറച്ച് സ്പീഡ് ഉണ്ട്. സോ എറർ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെ, എന്തോ ഒരു പ്രശ്നം വന്നിട്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചെക്ക് ചെയ്യൊക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. സോറി, ഓപ്ഷൻ മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 8 ദിവസം നോക്കാം. ഇവിടെ പ്രൈം നമ്പേഴ്സ് ആണ്, 3 ഡിജിറ്റ് പ്രൈം നമ്പേഴ്സ് ആ പറയുന്നത്. സോ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തു. ഇനീക്വാലിറ്റീസ് പെട്ടെന്ന് തന്നെ ചെയ്തു പോവാവുന്നതാണ്. പ്രീ ഹിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നെഗറ്റീവ് മാർക്കിംഗ് വരാതെ ശ്രദ്ധിക്കണം. പസിൽസ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സീരീസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതൊന്ന് നോക്കാം. പസിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ഡയറക്ഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സിമ്പിൾ ആണ് കാണാൻ, സോ ചെയ്യാവുന്നതാണ്. ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പൊസിഷന്റെ, ഒരു പോയിന്റിന്റെ നെയിമിങ്ങും അവിടേക്കുള്ള ഡിസ്റ്റൻസും കറക്റ്റ് സ്റ്റാർട്ടിങ് മുതലേ മാർക്ക് ചെയ്ത് പോയാൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഒന്നുകൂടി റീചെക്ക് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സിലബസ് ചെയ്യാം. സിലബസ് അതുപോലെ എങ്ങനെയാണോ ചെയ്യുന്നത് അത് സ്റ്റാർട്ടിങ് മുതലേ പെർഫെക്റ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പൈ ഡയഗ്രത്തിന്റെ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ കറക്റ്റ് പേരൊക്കെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. പീപ്പിൾ, പേഴ്സൺ, ഇങ്ങനെ രണ്ടാൾക്കാരുണ്ട്. സോ അത് കറക്റ്റ് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എറർ വരാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പസിൽ ചെയ്യാവുന്നതാണ്. കാരണം 36 ക്വസ്റ്റ്യൻ ആയി. ഇനി വൺ വേർഡ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. 36 ക്വസ്റ്റ്യൻ. സോ മിക്കവാറും ഇത് ഒറ്റ പോസിബിലിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കാം. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിനി പസിൽസ് മാത്രമേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ പസിൽ സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് പോസിബിലിറ്റി വരുന്നുണ്ട്, നോക്കാം. ക്വസ്റ്റ്യൻസ് ഈസിയാണ്, പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ആക്യുറസി കുറച്ചുകൂടി ഒന്ന് വേണമെന്നുള്ളത് കൊണ്ട് അത്യാവശ്യം കുറച്ച് അധികം ടൈം എടുക്കുന്നുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും. കാരണം എന്തായാലും ടൈം ഉണ്ടാവും. 25 മിനിറ്റ്സ് ഉണ്ടല്ലോ റീസണിങ്ങിന്. സോ ടൈം എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, അടുത്തത് ഈ പസിൽ നോക്കാം. 8 ബോക്സിന്റെ ഒരു പസിലാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഒറ്റ പോസിബിലിറ്റി മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ എന്നാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 12 people ആണ്, 2 rows ആണ്. സോ ഈസിയാണ് തോന്നുന്നു. ഒറ്റ പോസിബിലിറ്റിയിൽ കാര്യം നടക്കുന്നത് നോക്കാം. യെസ്, എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വെച്ചാൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് കൗണ്ടിങ് ആണ്. സോ ഇതും ഓരോ ലെറ്ററിന്റെ നമ്പർ എഴുതിയിട്ട് തന്നെയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് ചെയ്യാറ്. അതായിരിക്കും ബെറ്റർ, കാരണം അല്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, ടൈം ഉണ്ടെങ്കിൽ. Okay. അടുത്തത് ഈ ഒരു വേർഡ് ഫോർമേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ. മാത്രമല്ല, രണ്ടോ രണ്ടിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. കാരണം മോർ ദാൻ വൺ വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും ആ കേസ് ആകുമ്പോൾ. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു വേർഡോ അല്ലെങ്കിൽ വേർഡ് കിട്ടാത്ത കേസോ ആണെങ്കിൽ ഞാൻ അധികം ഇത് അറ്റൻഡ് ചെയ്യാറില്ല. കാരണം ചില വേർഡ്സ് നമുക്ക് അറിവുണ്ടാവില്ല. അത്തരം വേർഡ്സ് മീനിങ്ഫുൾ വേർഡ്സ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. സോ നമുക്ക് പല തവണയും നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ആയിട്ടുണ്ട്, നോക്കാം. ഓക്കെ, ഒരു എറർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വേർഡ് ഫോർമേഷൻ ആയിരിക്കാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു 3 ഡിജിറ്റ് വരുന്ന പ്രൈം നമ്പറിന്റെ ക്വസ്റ്റ്യൻ, അതിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് വേണം ചെയ്യാവുന്നതാണ്, പക്ഷെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ 3 ഡിജിറ്റ് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, എനിക്ക് എത്ര സ്കോർ കിട്ടിയെന്നല്ല, ആക്യുറസി നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യം.